സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അവൻ വരികയുണ്ടായി. ആരാണ്? നല്ലവൻ. ആ നല്ലവനും മൂത്തവനുമായവൻ. അവൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് സംഗീതം കേൾക്കുന്ന സമയത്ത് സംഗീതം കേൾക്കുന്നവർക്ക് അത് ഇഷ്ടമാണോ അല്ലയോ? സംഗീതം കേട്ട ആർക്കെങ്കിലും വിഷമം വരുമോ? നല്ല മ്യൂസിക് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. നാം അറിയാതെ തന്നെ നമ്മുടെ കൈയും കാലും നാം അനക്കുകയില്ലേ? ഇവിടെ ഇവന്റെ വീട്ടിൽ സംഗീതം കേട്ടുകൊണ്ടേയിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം നല്ല പാട്ടുകൾ ഈ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനറിയാമല്ലോ, സംഗീതം എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ അടയാളമാണ്. ആ വന്നവൻ അകത്തു പോയിട്ട് ചോദിക്കേണ്ടതല്ലേ എന്താണെന്ന്? എന്താണ്? ഇവിടെ പണിക്കാരോട് ചോദിക്കണം. അവനെങ്കിൽ വിളിച്ചോ, വരൂ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. വീട്ടിൽ എന്താണ് നടക്കുന്നത്? നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം പണിക്കാരോടാണ് ചോദിക്കുന്നത്. നീയല്ല പോയി അന്വേഷിക്കേണ്ടത്. ഇതെന്ത് കാര്യമാണ്? പണിക്കാരോട് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഇടയാകുന്നത്? എടങ്ങി വാ, ഞാൻ പോയ ശേഷം അമ്മ എന്താണ് പറഞ്ഞത്? ആരെങ്കിലും വന്നോന്ന് പണിക്കാരോടാണ് നാം ചോദിക്കുന്നത്. നിന്റെ ഭാര്യയെ നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ ഭർത്താവിനെ നിനക്ക് വിശ്വാസമില്ലേ? എന്താണ്? പരസ്പരം നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഒരാളോട് മറ്റൊരാൾക്ക് സംശയമാണോ? അടുത്ത ആളോട് നിങ്ങൾക്ക് പിണക്കമാണോ? വീട്ടിൽ സ്വസ്ഥതയില്ലാതെ നീ ജീവിക്കുകയാണ് എങ്കിൽ, വീട്ടുകാരോട് നിനക്ക് സംശയമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിന്റെ ജീവിതം പോകുന്നത്? രാത്രിയാകുമ്പോൾ നമ്മുടെ കൂടുകളിലേക്ക് നാം അണയാനിടയാകും. അവിടെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, അവിടെയാണ് നമുക്ക് സ്വസ്ഥത കിട്ടുന്നത്, സന്തോഷം ലഭിക്കുന്നത്. ഭവനത്തിലാണ്. അനേകം കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് അവർ വെളിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നത്. വീട്ടിൽ വരില്ല. നിന്റെ അനുജൻ വരാനിടയായി. പിതാവ് സന്തോഷത്തോടെ വിരുന്ന് സൽക്കാരം ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ, അനുജൻ വന്നോ? അനുജാ എന്ന് പറഞ്ഞോ? എന്താണ്? അനുജൻ വന്നോ? എന്തിനു വന്നു? അവൻ പിന്നെ എന്തിനാണ് വന്നത്? അവന്റെ സ്വത്തെല്ലാം വാങ്ങിച്ചിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്ത് കാര്യമാണ് അവനുള്ളത്? അപ്പോഴേക്കും അവൻ ചെയ്തു, എല്ലാ കാൽക്കുലേഷനും കണക്കൂട്ടലും എല്ലാം ചെയ്തു. കണക്ക് കണക്ക് കണക്ക്. ജീവിതത്തിൽ മുഴുവൻ കണക്കുകളാണ്. സ്നേഹമില്ല. എന്തു ചെയ്താലും കണക്കുകൾ കൂടിയാണ് പറയുന്നത്. എടുത്തോ, ലാഭമുള്ള കാര്യമാണെന്ന് സാരം. തരില്ല. എന്താണ്? നഷ്ടമുണ്ടാകുമെന്ന്. ലാഭനഷ്ടങ്ങൾ നോക്കുന്നത് എന്തിനാണ്? ബന്ധമില്ല, സ്നേഹബന്ധമില്ല, ത്യാഗമില്ലേ, സമർപ്പണമില്ലേ? കർത്താവ് നമ്മെ എന്താണ് പഠിപ്പിച്ചത്? ത്യാഗമില്ലേ? നിന്നേക്കാൾ കൂടുതൽ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. നിന്നോടൊപ്പം 1 മൈൽ വരുവാൻ ആഗ്രഹിച്ച അവനോടൊപ്പം നിങ്ങൾ 2 മൈൽ പോവുക എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഈ കാലത്ത് അനേകം ആളുകൾ പിശുക്കരായിരിക്കുന്ന കാണാം. ഇതെല്ലാം പിശാചിന്റെ സ്വഭാവങ്ങളാണ്, പിശാചിന്റെ ലക്ഷണങ്ങളാണ്. വിഷമിച്ചിട്ട് അവിടെ പോയി കുത്തിയിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ അകത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാവം ആ പിതാവിന്റെ അടുക്കൽ വന്ന്, നിന്റെ മകൻ വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ, എവിടെയാണ് വന്നത് എന്ന് പറഞ്ഞ് ആ തെറ്റിപ്പോയ മകനെ കാണാൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. മൂത്ത മകനെ കാണുവാൻ വേണ്ടിയും വെളിയിലേക്ക് വരുവാനിടയെ. എത്ര നല്ല ഒരു പിതാവാണ്! അവൻ മരിച്ചവർക്കും ജീവനുള്ളവർക്കും ദൈവമായിരിക്കുന്നു. അവൻ ദുഷ്ടർക്കും നല്ലവർക്കും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. എല്ലാ വ്യക്തികളെ സ്നേഹിക്കുന്നുണ്ട്. നീ നല്ലവനാണെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു, നീ പാപിയാണെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു, നീ നശിച്ചു പോയവനാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നിന്നെ അധികമായി സ്നേഹിക്കുന്ന ഒരു പിതാവ്, അതാണ് നമ്മുടെ കർത്താവായ ദൈവം. എന്നാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, അനുജനെയാണ് ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ചത്, നമ്മെ അതുപോലെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ചിട്ടും എന്നെ സ്നേഹിച്ച് എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്ക് സന്തോഷിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. ഇവിടെ നിന്റെ ഈ മകൻ വേശ്യകളോടൊപ്പം ചിലവഴിച്ച് തങ്ങളുടെ പണമെല്ലാം നഷ്ടപ്പെടുത്തി ജീവിച്ചപ്പോൾ അവന് നീ വിരുന്ന് സൽക്കാരം കൊടുക്കുകയാണോ? ഈ നിന്റെ എന്തൊരു ഭാഷയാണിത്? എന്താണ്? പിതാവിന്റെ മകൻ നിനക്കാരാണ്? പിതാവിന്റെ മകൻ നിനക്ക് ആരാണ്? പറയൂ. അനുജനല്ലേ? കോപം വന്നുവെങ്കിൽ അവനെ അനുജൻ എന്ന് വിളിക്കാമായിരുന്നല്ലോ. എന്നാൽ അങ്ങനെ അനുജൻ എന്ന് വിളിക്കാതെ ഇതാ നിന്റെ ഈ മകൻ എന്ന് പറയുമ്പോൾ മകൻ വേറെ അപ്പൻ വേറെ ആയിരിക്കുകയാണ്. എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും ആയിരിക്കും. നിന്നെ നരനിൽ നിന്ന് എടുത്തുകൊണ്ട് നിന്നെ നാരി എന്ന് വിളിക്കപ്പെടും. എന്റെ ഭാര്യയാണ്, എന്റെ സഹധർമ്മിണിയാണെന്ന് അന്ന് ആദാം പറഞ്ഞു. എന്താണ്? ആ സമയങ്ങളിൽ. എന്നാൽ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പഴം കഴിച്ചു. ആദാമേ, എന്തിനാണ് കഴിച്ചെന്ന് ചോദിച്ചപ്പോ, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസമായ എന്റെ ഭാര്യ എന്ന് പറയാമായിരുന്നല്ലോ. എന്നാൽ പറഞ്ഞില്ല. പിന്നെന്ത് പറഞ്ഞു? നീ എന്നോടൊപ്പമായിരിക്കുവാൻ എനിക്ക് നൽകിയ ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് തിന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ, പാപം ചെയ്ത വ്യക്തി എപ്പോഴും മറ്റുള്ളവർ തലയിലിടും. എന്നിട്ട് പറയും, ഞാൻ നീതിമാനാണ്, നല്ലവനാണെന്ന്, ഞാൻ സത്യസന്ധനാണ്, ഞാൻ വലിയവനാണെന്നൊക്കെ പറയും.
ഒന്നുമില്ലാത്തവൻ വിളിച്ചു പറഞ്ഞ് നടക്കും, എല്ലാം ഉള്ളവൻ സമാധാനമായിരിക്കും എന്ന് പറയും. വയലിൽ വിളവ് വിളയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അറിയുക? കതിരുകൾ, ആ കതിര് നിറച്ച് വിളവ് പടുത്തു നിൽക്കുന്ന ആ സമയത്ത് തലകൾ കുനിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. എന്നാൽ ഒന്നുമില്ലാത്തതായ കതിരില്ലാത്തതായ ചെടികൾ എങ്ങനെ നിൽക്കുമെന്ന് അറിയാമോ? നേരെ നിൽക്കുന്നത് കാണാം, തലയുയർത്തി. ഫലം കായ്ക്കാതിരുന്നിട്ട് ഒരു നാണവുമില്ലാതെ നേരെ നിൽക്കുന്നത് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകാൻ കഴിയുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയില്ല. നമുക്ക് ഈ വലിയ മകൻ, എന്താണ് നീ സംസാരിക്കുന്നത്? എൻ്റേത് എല്ലാം നിനക്കാണല്ലോ, നീ ഇവിടെയുള്ളവനല്ലേ, എൻ്റെ സമ്പത്തെല്ലാം നിനക്കാണല്ലോ, നീ എന്നോട് എപ്പോഴും ഉള്ളവനാണല്ലോടാ. എന്നാൽ ഈ മകൻ നമ്മെ വിട്ട് ദൂരമായിരുന്നത് കൊണ്ട് അവന് സന്തോഷം നഷ്ടപ്പെടാനിടയായി. എന്നോടൊപ്പം അവന് ഭക്ഷണം കഴിക്കുവാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ ഭവനത്തിലുണ്ടാക്കുന്ന വിശേഷകമായ ഭക്ഷണം കഴിക്കാതെ അവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? പന്നിക്കൂട്ടത്തിൽ കഴിഞ്ഞിട്ട് അവൻ വരികയാണ്. നീ എത്ര ഭാഗ്യവനാണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെ സേവിച്ചുവെന്ന് നീ എന്താണ് എപ്പോഴും പറയുന്നത്? നിന്നെയല്ലേ ഞാൻ പരിപോഷിച്ചുകൊണ്ട് ഇരുന്നത് ഇത്രയും നാൾ? അങ്ങനെയാണ് ചിലർ, ഞാൻ ദൈവത്തിന്റെ സേവ ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ സേവ ചെയ്യുന്നതിനാണ്. ഈ കരച്ചിൽ എന്തിനാണ്? ഞാൻ ദൈവത്തിന്റെ സേവയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ കഷ്ടത എന്നിൽ ഉണ്ടാകുന്നത്. അതൊരു ഭാഗ്യമായി എടുക്കാതെ ദൈവത്തിന്റെ സേവ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, ദൈവത്തിന്റെ സേവ ചെയ്യാൻ അനേകം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിന്നെയാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അതൊന്നും നീ കണക്കിലെടുക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യം കണ്ടിട്ട് ഞാനും ദൈവത്തിന്റെ സേവ ചെയ്യുന്നവനല്ലേ, എനിക്കങ്ങനെയൊന്നും ആയിരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കഴിയത്തില്ല, നിങ്ങളെപ്പോലെ ആഡംബരത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല, എനിക്ക് ജീൻസൊക്കെ ഇട്ട് നടക്കണമെന്നുണ്ട്. എന്നാൽ എൻ്റെ ചർച്ചക്കാരെ കണ്ടാൽ എന്തോ പറയും? അവരൊന്നും അനുവദിക്കത്തില്ല. ഏതോ ഒരു വളരെ ബുദ്ധിമുട്ടോടെ ചെയ്യുന്ന രീതിയിലാണ് ചിലർ പറയുന്നത് അല്ലേ? എന്താണ്? പിതാവിനോടൊപ്പം ആയിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്, ദൈവത്തിന്റെ സേവ ചെയ്യുന്നത് എത്ര വലിയ ഭാഗ്യമാണ്, ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്. എന്റേതെല്ലാം നിന്റേതാണല്ലോ മോനെ, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചിട്ട് പിതാവ് ആ തെറ്റിപ്പോയ മകന് വേണ്ടി കരയുവാനിടയായി. പിതാവ് മൂത്ത മകനെക്കുറിച്ചും കരയുവാൻ ഇടയായി. ബൈബിളിലെ കഥ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മൂത്ത മകൻ അകത്തേക്ക് പോയതായിട്ട് അവിടെയില്ല. പിതാവിനെ സമാധാനപ്പെടുത്തിയതായിട്ട്, ആ അനുജനുമായി സമാധാനപ്പെട്ടതായിട്ട് ഇല്ല. ഈ സമയത്ത് അത് തന്നെയാണ് ലോകത്തിൽ കാണുന്നത്. മൂത്ത മകനായിരിക്കുന്ന, അതായത് ആദ്യം രക്ഷിക്കപ്പെട്ട ആളുകൾ, പിതാവിനോടൊപ്പമായിരിക്കുന്നവർ തെറ്റിപ്പോയ ആളുകളെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരമായി അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഉപേക്ഷിച്ച്, അവർ നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഉപേക്ഷിച്ച്, അവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നടത്തുന്നത് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇന്ന് രക്ഷിക്കപ്പെട്ടതായ അനേകം ആളുകളായിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കുന്നവർ ആയിരിക്കുന്നത് എത്രയോ വിഷമകരമായ വാസ്തവമാണ്. ഒരു വാക്ക് പറയട്ടെ, നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണോ? പറയൂ, യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണോ? എങ്കിൽ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരമുണ്ടോ? എൻ്റെ അനുജൻ മാനസാന്തരപ്പെടണം, എൻ്റെ ഭാര്യ മാനസാന്തരപ്പെടണം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതാണ്. എൻ്റെ ഫ്രണ്ട്സ് മാനസാന്തരപ്പെടണം, അവരും ഈ വലിയ ദൈവത്തെ അറിയുവാൻ ഇടയാകണം. അവർ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്നു, മദ്യപാനികളായിരിക്കുന്നു, വഞ്ചിതരായി ജീവിക്കുകയാണ്, അവരുടെ പ്രവൃത്തികളെല്ലാം പാപം കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, ഇവരെയും കർത്താവേ നീ രക്ഷിക്കണമേ എന്നുള്ളതായ ഒരു ഭാരം, എന്നുള്ളതായ ആഗ്രഹത്തോടുള്ള പ്രാർത്ഥന നിനക്ക് ഉണ്ടോ? രക്ഷിക്കപ്പെട്ടവർ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ വൃഥാവാകും. മനസ്സിലായോ? കത്തി ഉപയോഗിച്ചാൽ മാത്രമേ മൂർച്ചയുണ്ടാവൂ, അല്ലെങ്കിൽ തുരുമ്പെടുത്തു പോകാനിടയാകും. നിങ്ങൾക്ക് നൽകിയ വെളിച്ചത്തെ കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാൽ എന്തു പറ്റും? എവിടെ വെക്കാനാണ് പറഞ്ഞത്? തൂണിന്മേൽ വയ്ക്കുക നിന്റെ സാക്ഷ്യത്തെ, നിന്റെ ജീവിതത്തെ. അനേകർക്ക് വഴി കാണിക്കുന്നതിനായി, അനേകർ കർത്താവിലേക്ക് വരുന്നതിന്റെ ഈ കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ സന്തോഷപ്പെടുത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്യസനങ്ങൾക്കും ദുഃഖങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. നിങ്ങൾ പോയിട്ട് തെറ്റിപ്പോയ ആളുകളെ നടത്തുന്നതിന് വേണ്ടി, കർത്താവിലേക്ക് അവരെ തിരിക്കുന്നതിന് വേണ്ടി ആലയത്തിലേക്ക് കൊണ്ടുവരുവാൻ. നിങ്ങൾക്ക് അറിയാവുന്നതായ മദ്യപാനികളെ, കള്ളന്മാരെ, വ്യഭിചാരികളെ, കള്ളന്മാരെ, ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെയെല്ലാം, വിവാഹമോചനം ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ, വിവാഹമോചനത്തിന് വേണ്ടി കോർട്ടിൽ പോയ ആളുകൾ ഇന്ന് വന്നിട്ട് ഈ കുടുംബത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ ഒരുമിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ എത്രയോ ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. അവരെല്ലാം വിളിച്ചുകൊണ്ടുവരൂ. കുടുംബം ചിന്ന ഭിന്നമാക്കാനാണ് പിശാചിന്റെ പ്രവൃത്തികൾ. കുടുംബത്തെ കെട്ടിപ്പടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു എന്ന് ദൈവത്തിന്റെ സഭ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം മുകളിലോട്ട് ചാടുന്നതോ താഴെ വീഴുന്നതോ അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതോ സാക്ഷ്യങ്ങൾ പറയുന്നതോ ഒന്നുമല്ല, മറിച്ച് ജീവിതത്തിൽ ആ പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാകുന്നതാണ് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ലക്ഷ്യമില്ലാത്തവരെ ലക്ഷ്യത്തിലേക്ക് നടത്തുന്നത്. ഒരു അന്ധന ദൈവം കണ്ണുകൊടുത്തു. നിനക്ക് ഈ കണ്ണ് എങ്ങനെ കിട്ടി പറയൂ, എവിടെ നിന്ന് കിട്ടി പറയൂ എന്ന് ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഒരേ ഒരു കാര്യം അറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അതാണ് രക്ഷയുടെ സാക്ഷ്യം. ഞാൻ മദ്യപാനിയായിരുന്നു, ഇപ്പോൾ ഞാൻ മദ്യപിക്കുന്നില്ല. ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചവനാണ്, എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ ആയിരിക്കുന്നില്ല. ഞാൻ നേരത്തെ അച്ചടക്കമില്ലാതെ ജീവിച്ചവനാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ അച്ചടക്കമുള്ളവനായി ജീവിക്കുന്നു. അതാണ് യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ ചെയ്യുന്നതായ വലിയ കാര്യം. നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകളുണ്ട്, നമ്മുടെ ഗ്രാമത്തിൽ എത്ര ആളുകളുണ്ട്, നമ്മുടെ പട്ടണങ്ങളിൽ എത്ര ആളുകളുണ്ട്. ഈ അന്ത്യകാലത്ത് ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് തെറ്റിപ്പോയ ആളുകളെ ഓർത്ത് നിങ്ങൾ ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവരെ കുറ്റപ്പെടുത്തരുത്, കളിയാക്കരുത്, അവരെ ഒറ്റപ്പെടുത്തി കളയരുത്. അവരെ സ്നേഹിച്ചിട്ട് പറയണം, ഞങ്ങളെ സ്നേഹിച്ച ദൈവം നിന്നെയും സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. അവരെ നീ സ്നേഹിക്കുന്നില്ല എങ്കിൽ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തിട്ട് അവരെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഫ്രണ്ടിന്റെ ഫ്രണ്ട് നിനക്ക് ആരായിട്ട് വരും? നിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് നിനക്ക് ആരായിട്ട് വരും? ഫ്രണ്ടിന്റെ ഫ്രണ്ട് നിനക്കും ഫ്രണ്ടാവുമല്ലോ. യേശുക്രിസ്തു നിന്റെ ഫ്രണ്ടാണെങ്കിൽ ആ ഫ്രണ്ടിന്റെ ഫ്രണ്ട്, നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തുവിന് മറ്റൊരു പേരെന്താണെന്ന് അറിയാമോ? പാപികൾക്ക് രക്ഷകനല്ല, പാപികളെ സ്നേഹിച്ചവൻ. പാപികളെ സ്നേഹിച്ചവനാണവൻ. അതായത് പാപം ചെയ്യാനല്ല, പാപികളെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധനായി ജീവിച്ചു കാണിച്ച ദൈവമാണവൻ. പാപികളായവർ, നശിച്ചു പോകുന്നവർ, അവരെ കർത്താവിലേക്ക് നേടിയെടുക്കുന്നതിന് സ്നേഹത്തോടെ സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവരെ കർത്താവിലേക്ക് നടത്തിക്കൊണ്ടുവരുവാൻ നിന്റെ ഉത്തരവാദിത്തമായിട്ട് നീ ഏറ്റെടുക്കണം. മര്യാദ കെട്ട് നടക്കുന്ന യൗവനക്കാർ ഉണ്ടെങ്കിൽ, ഒരു ബാധ്യതയുമില്ലാതെ ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കുന്നതായ മദ്യപാനത്തിന് അടിമയായി ജീവിക്കുന്ന വീട്ടിന്റെ ഉടയവൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരിക, ഞങ്ങളും പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കാൽവറി ദർശനം പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് TV-യിൽ കാണുവാൻ വേണ്ടി അവരോട് പറയുക, അവരോട് അപേക്ഷിക്കുക. കുറച്ചു നേരം ദൈവവചനം കണ്ണുകളടച്ച് കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക, പറയുക. അങ്ങനെ പറയുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി അവരോട് സംസാരിക്കുവാനിടയാകും. ഈ കൂട്ടായ്മയിൽ കൂടി നിങ്ങളും ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരായി മാറണം. ആ മൂത്ത മകനെ പോലെ ആകരുത്. ഇസ്രായേലിനെ നോക്കി കർത്താവ് പറഞ്ഞു, ഇവർ വിശ്വാസത്യാഗം സംഭവിച്ചവർ ആണ്. ഈ 40 സംവത്സരം എന്നോട് അവർ പിറുപിറുത്തു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവർ തെറ്റിപ്പോയത്? ഇവനാണെങ്കിൽ വീട് വിട്ടു പോകാനിടയായി. എന്നാൽ വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൻ എങ്ങനെയാണ് തെറ്റിപ്പോയത്? ഹൃദയത്തിൽ തെറ്റിപ്പോകാനിടയായി. ഇന്നുള്ള ക്രിസ്തീയ സമൂഹത്തിൽ ആ മൂത്ത മകനെ പോലെ തെറ്റിപ്പോയവരുണ്ട്. മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരെ, മറ്റുള്ളവരെ ചേർക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആശ്വസിപ്പിക്കണമെന്നും ആഗ്രഹമില്ലാത്തവരെ കാണുവാൻ കഴിയുന്നതാണ്. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നമ്മെ ഓരോരുത്തരെ ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ചോദിക്കും, ജയ്പാൽ എത്ര മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു, എത്ര പ്രസംഗങ്ങൾ നടത്തി, എത്ര പുസ്തകങ്ങൾ എഴുതി, എത്ര TV പ്രോഗ്രാമുകൾ ചെയ്തു, എത്ര റേഡിയോ പ്രോഗ്രാമുകൾ ചെയ്തു, എത്ര ആളുകൾ നിന്നാൽ രക്ഷിക്കപ്പെട്ടു, എത്ര ആളുകളെ സ്നാനപ്പെടുത്തി, നീ നല്ല ദാസൻ എന്ന് പറയുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതൊന്നും ചോദിക്കുകയില്ല. എത്ര ആത്മാക്കളെ നേടുവാനിടയായി നോക്കൂ. നീ നേടി എത്ര ആത്മാക്കൾ സ്വർഗത്തിലേക്ക് വന്നിരിക്കുന്നു. നിന്റെ പ്രസംഗങ്ങൾ കേട്ട് എത്ര പേർക്ക് മാറ്റമുണ്ടായി? നീ എഴുതിയ പുസ്തകം വായിച്ച് എത്ര പേർക്ക് ആശ്വാസം ഉണ്ടായി? നിന്റെ ശുശ്രൂഷയിൽ കൂടി എത്ര ആളുകളെ സ്വർഗീയ അവകാശികളാക്കി മാറ്റിയെടുത്തു എന്നുള്ള ചോദ്യം മാത്രം തീർച്ചയായും കർത്താവിനോട് ചോദിച്ചിരിക്കും. എന്താണ്? അതോർത്ത് ഞാൻ ഭയപ്പെട്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അല്ലാതെ മനുഷ്യർക്ക് വേണ്ടിയോ മഹത്വത്തിന് വേണ്ടിയോ പേരിന് വേണ്ടിയോ ഒന്നും ദൈവവേല ചെയ്താൽ ഒരു പ്രയോജനവുമില്ല. നിങ്ങളും അതുപോലെ. നിങ്ങളോടും ചോദിക്കും, എത്ര ബിൽഡിങ്ങുകൾ പണിതു, നിങ്ങളുടെ മോനെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു, എത്ര കാറുകൾ അവന് വാങ്ങിച്ചു കൊടുത്തു, എത്ര ബൈക്കുകൾ കൊടുത്തു എന്നാണോ ചോദിക്കുന്നത്? നിനക്ക് തന്ന മക്കളിൽ എത്ര പേരെ സ്വർഗത്തിലേക്ക് നീ കൊണ്ടുവന്നു? നിന്റെ സ്വന്തം മക്കൾ എത്ര ആളുകൾ സ്വർഗത്തിൽ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നീ എന്താണ് ദൈവത്തോട് മറുപടി പറയുന്നത്? നിന്റെ സ്നേഹിതന്മാർ എത്ര പേർ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും? അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാം. പാപത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ നടുവിൽ. പാപികളായവർ,
മദ്യപാനികൾ, വെറുക്കൂത്തിൽ ജീവിക്കുന്നതായ വ്യക്തികൾ, എവിടെ ചെന്നാലും, ഏത് വീട്ടിൽ ചെന്നാലും, ഏത് ദേശത്ത് ചെന്നാലും, ഏത് വഴിയിൽ ചെന്നാലും തീർച്ചയായും ഒരു മദ്യപാനിയെ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് വേലയുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. നിരാശയിൽ കിടക്കുന്നവരുണ്ട്, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്, അതുപോലെ വേദനയിൽ തകർന്ന മനസ്സിൽ കിടക്കുന്ന ആളുകളുണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ നമ്മുടെ നടുവിലുണ്ട്. അവരുടെ അടുക്കിലേക്ക് ആരും പോകുന്നില്ല, വേശ്യകളായവർ. അതുപോലെ നപുംസകങ്ങളായ ആളുകളുടെ അടുക്കിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനിടയായി. എത്രയോ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയില്, ബാംഗ്ലൂരില്. നിങ്ങൾക്കറിയാമോ, ആ വ്യക്തികളും നമ്മെപ്പോലെ മനുഷ്യരാണ്. അവർക്കും ഒരു ആത്മാവുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അവർക്കും ആത്മാവുണ്ട്. അവരുടെ പാപപ്രവൃത്തികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. എന്നാൽ അവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള പ്രയത്നം നാം ചെയ്യേണ്ടതാണ്. എന്റെ TV പ്രോഗ്രാം കേട്ടിട്ട് ഞങ്ങൾ ഷണ്ണന്മാരാണ്, ഞങ്ങൾ മുംബൈയിലായിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പാപങ്ങളുണ്ട്, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. ഞങ്ങളുടെ TV പ്രോഗ്രാം കണ്ടിട്ട് ജീവിതം മാറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാനസാന്തരപ്പെടണം, ഞങ്ങൾക്ക് പാപങ്ങൾ ഏറ്റുപറയണം, തെറ്റുകളെക്കുറിച്ച് അനുതാപപ്പെടണം, ഞങ്ങൾക്കും സ്നാനം നൽകുമോ എന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു. യഥാർത്ഥമായി അങ്ങനെയുള്ള ആളുകളെ കളിയാക്കുവാൻ ആളുകളുണ്ട്, എന്നാൽ അവരെ രക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ കുറവാണ്. കർത്താവ് പറഞ്ഞു, ഷണ്ണന്മാരായ ആളുകളെ കുറിച്ച് അവർക്ക് തന്റെ മകനേക്കാൾ മകളേക്കാൾ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുമെന്ന്. ദൈവം ആരെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുഷ്ഠരോഗികൾ, അതുപോലെ എയ്ഡ്സ് രോഗികൾ, ഇന്ന് നമുക്കറിയാം എയ്ഡ്സ് രോഗികളെ വളരെ വികൃതമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. നാം ഉപേക്ഷിച്ച് കളയുന്നു. എയ്ഡ്സ് പകരുമെന്ന് നാം വിചാരിക്കുന്നു. ഒരിക്കലും എയ്ഡ്സ് ശാരീരിക സമ്പർക്കത്തിൽ കൂടിയല്ലാതെ ഒരിക്കലും പകരുകയില്ല. അവർ ഇപ്പോൾ തന്നെ വേദനയിലും ദുഃഖത്തിലായിരിക്കുമ്പോൾ നാം വീണ്ടും അവരെ അപമാനിക്കുകയാണ്. എന്നാൽ ഇന്ന് അനേകം എയ്ഡ്സ് രോഗികളായിരിക്കുന്നവർ വിശ്വസിച്ചുകൊണ്ട് രക്ഷ പ്രാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമെടുക്കുന്നുണ്ട്. അവരുടെ രക്തം പിന്നീട് പരിശോധിച്ച് നോക്കുമ്പോൾ അവരിൽ ഒരു ദോഷവുമില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയും ഇന്ന് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. നീ തെറ്റുകാരനാണെങ്കിലും, മോശക്കാരനാണെങ്കിലും, വ്യഭിചാരിയാണെങ്കിലും, നീ കള്ളനാണെങ്കിലും, നീ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിലും, എത്രമാത്രം തെറ്റിപ്പോയ ഒരു വ്യക്തിയാണെങ്കിലും, നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള വിഷയം നീ മനസ്സിലാക്കേണ്ടതാണ്. അവന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്ന നാം, അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന നാം, അവനിൽ ജീവിച്ചുകൊണ്ട് ദിനതോറും അനുഗ്രഹിക്കപ്പെടുന്നവരായ നാം കർത്താവിന്റെ അടുക്കിലേക്ക് അനേകം ആളുകളെ കൂട്ടിക്കൊണ്ടുവരണം. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവേ, എത്രയോ കാലം എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിച്ചവനാണ്. നിന്നിൽ നിന്നാകുന്ന കഷ്ടതയും നഷ്ടങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തി വെച്ചു. കണ്ണുനീര് മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. എത്ര അധ്വാനിച്ചിട്ടും ഒന്നും സമ്പാദിക്കുവാൻ കഴിയുന്നില്ല ദൈവമേ. ജോലിയില്ല, സമാധാനമില്ല, കുടുംബത്തിലൊരു സന്തോഷവുമില്ല, ജീവിതത്തിൽ ഒരു തരത്തിലുള്ള അനുഗ്രഹവും അഭിവൃദ്ധിയും ഇല്ല ദൈവമേ. നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരികയാണ് എന്ന് നിങ്ങൾ ഒരു വാക്ക് പറയുകയാണെങ്കിൽ, അനുസരിക്കുന്നതായ വ്യക്തികളെ, ഒരു നാളും കൈവിടാത്തതായ ദൈവം നിങ്ങളെ തന്റെ ചെറുകിന് കീഴിലേക്ക് ചേർത്തണച്ചുകൊണ്ട്, ഇവനാണ് എന്റെ മകൻ, അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, അവൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു, അവന് വിശേഷ വസ്ത്രം കൊടുക്കൂ, അവന്റെ കാലിന് ചെരുപ്പ് കൊടുക്കൂ, അവന്റെ കൈക്ക് മോതിരം കൊടുക്കൂ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവനെക്കുറിച്ച് സന്തോഷിക്കാം. സകല ദൂതന്മാരോടൊപ്പം കർത്താവ് സന്തോഷിക്കുകയാണ്. ഞാൻ ഒഴുക്കിയ രക്തം വൃഥാവായി പോയില്ല, എന്റെ രക്തം വൃഥാവായി പോകാതെ ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുവാൻ സാധിച്ചു എന്ന് കർത്താവ് സന്തോഷിച്ച് സ്വർഗത്തിൽ അവൻ സന്തോഷം പങ്കുവയ്ക്കുവാൻ വേണ്ടി നമുക്ക് അനുദപിക്കാം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ്? നിന്റെ ഇഷ്ടങ്ങൾ എന്നെ വെളിപ്പെടുത്തുമാറാകണമേ. ഈ ദിവസം മുതൽ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ഞങ്ങൾക്ക് നൽകണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എന്നെല്ലാവർക്കും വായി തുറന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും മാറ്റമുണ്ടാകണം. ഞങ്ങളുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക് മാറ്റമുണ്ടാകണം. എന്റെ ഭർത്താവിന്, മക്കൾക്ക് മാറ്റമുണ്ടാകണം. എന്റെ മാതാപിതാക്കൾക്ക് മാറ്റമുണ്ടാകണം. എന്റെ സഹോദരന്മാരും സഹോദരിമാരും മാറണം എന്ന് വളരെ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വലിയ വിടുതൽ കൊടുക്കണമെന്ന്, അവരെ ബലപ്പെടുത്തണമെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഇല്ല. ഇന്ന് നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം പരിശ്രമത്താൽ എവിടെയും ഒന്നും ഞങ്ങൾക്ക് സമ്പാദിക്കുവാനും ഉണ്ടാക്കുവാനും കഴിയാതെ ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നിന്റെ ചെറുകിൻ മറവിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് സകലതും ലഭിക്കുമെന്ന് ഈ ദിവസം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. നീ അനുഗ്രഹിച്ച അത് എല്ലാ കാലത്തേക്കുമുള്ള അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ട് നിന്റെ മക്കൾക്ക് അങ്ങനെയുള്ള അനുഗ്രഹം കൊടുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ